ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മാർത്തോമാ നസ്രാണി സഭയുടെ കാര്യത്തിൽ ഇത്രയേറെ താല്പര്യത്തോടു കൂടി നിങ്ങൾ എല്ലാവരും കൂടി ഒന്നു ചേർന്നിരിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട വൈലച്ചൻ്റെ നിശ്ചലമായ പരിശ്രമം ഇതിന് പിന്നിലുണ്ട്. ഈ പിതാക്കന്മാരും അതുപോലെ നിങ്ങളെല്ലാവരും കൂടി ഒന്നു ചേർന്ന് വന്നതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട, ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. നസ്രാണി പൈതൃകത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. നമ്മുടെ നസ്രായത്വം എന്താണെന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കാനും എങ്ങനെ സാധിക്കുമെന്ന് അഭിമന്യ പിതാക്കന്മാരും അതുപോലെ കൈലച്ചനും ഒക്കെ ഇവിടെ പറഞ്ഞു. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ നസ്രാണികളാണ് എന്ന് നമ്മുടെ ഉള്ളിൽ പറയണം. കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നവര്, കുരിശു വരയ്ക്കുന്നവര്, അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മളെ ദൈവം തോമാശ്ലീഹ വഴി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ആ തോമാശ്ലീഹയുടെ മക്കൾ എന്നുള്ള നിലയിൽ ആ പുണ്യപിതാവിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൻ്റെ തലേദിവസം നമ്മളെല്ലാവരും ഒന്നിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ആ വിശ്വാസ പൈതൃകത്തെ അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങാനും സ്വീകരിക്കാനും നമുക്ക് തയ്യാറാവണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നസ്രായത്വം ഏതാണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കളെല്ലാം പുറത്തേക്ക് പോകുന്നു. അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർക്ക് അവിടെ പോയാൽ നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന് വിചാരിച്ചവർ പോകുന്നു, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഈ സഭയും സമൂഹവും എല്ലാം കുറഞ്ഞു വരുന്നു. സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 10-15 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഈ കുറവിലങ്ങാടും പാലായും ഒക്കെ എങ്ങനെയായി തീരുമെന്ന് നമ്മൾ ആശങ്കയോടെ ചിന്തിക്കും. പല കാരണങ്ങളോട് ഞാൻ എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമുക്ക് നമ്മുടെ നസ്രായ വ്യക്തിത്വം അത് ശക്തമായി പ്രഘോഷിക്കാനും അതിൽ ജീവിക്കാനും പുതിയ സമൂഹത്തെ വളർത്താനും നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ അപകടകരമായ സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ എനിക്ക് എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഞാനിവിടെയാവുന്നതിലും ആകാം, നമ്മുടെ കൂട്ടായ്മയും സൗഹൃദവും ഒക്കെ അങ്ങനെ വർത്തമാനത്തിൽ മാത്രം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ പറ്റില്ല. നമ്മൾ മാർത്തോമാശ്ലീഹയുടെ മക്കളാണ്. നമ്മൾ ഇത് പറയുമ്പോൾ സീറോ മലബാർ സഭ അംഗമാണ് ഞങ്ങൾ. തീർച്ചയായും 24 സഭകൾ, കത്തോലിക്ക സഭയിൽ 24 സഭകളുള്ളതിൽ ഒന്നാണ് സീറോ മലബാർ സഭ, ഒന്ന് സീറോ മലങ്കര സഭ, അതുപോലെ മറ്റ് സഭകളും, അർമീനിയൻ സഭ, മറ്റ് സഭകളിൽ മാറോണൈറ്റ് സഭ എല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ഓരോ സഭയ്ക്കും അതിൻ്റെതായ വിശിഷ്ടമായ പൈതൃകമുണ്ട്. ആ പൈതൃകം എന്ന് നമ്മൾ മറന്നു കളയുന്നോ അന്ന് നമ്മുടെ വ്യക്തിത്വം ഇല്ലെന്നായിത്തീരും. അതുകൊണ്ട് നമ്മുടെ സഭയുടെ വ്യക്തിത്വത്തെ പറ്റി അഭിമാനം കൊള്ളാനും അഭിമാനിക്കുന്ന സമൂഹമായി നമ്മുടെ പുതിയ തലമുറയെയും മുതിർന്ന തലമുറയെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരാനും നമുക്കൊരു വലിയ അപ്പസ്തോലിക ദൗത്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിത് പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഈ പ്രായം ഒരുമാതിരി മധ്യവയസ്കരായ ധാരാളം പേര് ഇവിടെയുണ്ട്. കുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാരല്ല കുറവ്. എങ്കിൽ അവര് ഈ തീഷ്ണതയോടുകൂടി ഇങ്ങനെ ഈ ദേശയോഗങ്ങളിലും പൊതു മീറ്റിങ്ങുകളിലും ഒക്കെ വരുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ സഭയെക്കുറിച്ച് അഭിമാനപൂർവ്വം ചിന്തിക്കാൻ ഈ നേതൃസമ്മേളനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് നമസ്കാരം.